ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തമ്മിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് അസൂയാലുക്കളെ എങ്ങനെ തിരിച്ചറിയാം. എൻ്റെ അനുഭവം വെച്ചാൽ ഞാൻ നിങ്ങളെ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്കും അതുപോലുള്ള അനുഭവം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കണ്ട, വീഡിയോയിലേക്ക് പോവാം. എൻ്റെ വോയിസിൽ ചെറിയൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നും. എനിക്ക് തൊണ്ടവേദനയാണ്, പക്ഷെ വീഡിയോ എടുക്കാതെ പറ്റില്ല. എനിക്ക് കുറച്ച് ദിവസമായി ഞാൻ വിചാരിക്കുന്നു ഈ അസൂയക്കാരുടെ ലക്ഷണങ്ങൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന്. കാരണം എനിക്ക് ചുറ്റിലും ഉള്ള ആൾക്കാരെ പോലെ നിങ്ങളെ ചുറ്റിലും ഇതുപോലുള്ള കുറേ ആൾക്കാരുണ്ടാവും അല്ലേ. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്കും തോന്നും, ശരിയാണല്ലോ പറഞ്ഞത്, ഇതൊക്കെ തന്നെയാണല്ലോ നമ്മുടെ അവസ്ഥ. ഒന്നാമത്തെ ലക്ഷണം എന്തെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഒരുങ്ങി ഒരു ഫംഗ്ഷന് പോകാമെന്ന് വിചാരിക്കും. അപ്പോൾ അവിടെ നമ്മളെ ബന്ധുക്കളുണ്ടാവും, അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഉണ്ടാവും, ആരും ആയിക്കോട്ടെ, നമുക്ക് ചുറ്റിലുള്ള ആൾക്കാർ അവിടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ നല്ലപോലെ ഒരുങ്ങി പോകുന്ന ആളാണ്. അപ്പോൾ ഇങ്ങനെ ഒരുങ്ങിയിട്ട് ഫസ്റ്റ് തന്നെ അവർക്ക് നമ്മളെ കാണുമ്പോൾ നമുക്ക് അവരുടെ മുഖത്ത് നോക്കിയാൽ അറിയാൻ പറ്റും അവരുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന്. നമ്മൾ കാണുമ്പോൾ തന്നെ അവർക്ക് ഇങ്ങനെ ഒരു നോട്ടം, അല്ലെങ്കിൽ ചിരിക്കില്ല, അവരെവിടെയെങ്കിലും നോക്കും നമ്മളവിടെ ഉണ്ട് എന്നോ. അവരെ കൺമുന്നിൽ പോയി നിന്നാൽ വരെ അവർ നമ്മളെ മൈൻഡാക്കില്ല. അവർ ഇങ്ങനെ ഒരാളുണ്ടോയെന്ന് വരെ അവർക്ക് അറിയില്ല എന്ന്. സത്യം പറഞ്ഞാൽ എൻ്റെ കസിൻസിൽ തന്നെയുണ്ട് നല്ല പോലെ സംസാരിക്കുന്നവരായിരിക്കും. വീട്ടിലൊക്കെ വന്നാൽ എവിടെയെങ്കിലും ഇതുപോലുള്ള ഫംഗ്ഷന് കാണുമ്പോൾ അവർക്ക് നമ്മളെ അറിയുക പോലും ഇല്ല എന്നുള്ള മട്ടാണ് അവർ നമ്മളെ ശ്രദ്ധിക്കുകയേയില്ല. അതാണ് ഒന്നാമത്തെ അസൂയക്കാരെ ലക്ഷണം. അങ്ങ് പറയുന്നതല്ല കേട്ടോ, എനിക്ക് ഒരുപാട് പ്രാവശ്യം, 2 or 3 പ്രാവശ്യം അല്ല, ഒരുപാട് പ്രാവശ്യം സെയിം അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളവരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളും മൈൻഡാക്കാൻ പാടില്ല. അതിന് തന്നെയാണ് സൊല്യൂഷൻ. അല്ലാതെ നമ്മൾ എന്നെ ഓർമ്മയില്ലേ, ഒന്നും മിണ്ടാത്തത് അങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ല. കാരണം അവർക്ക് നമ്മളറിയാലോ. പിന്നെ നമ്മൾ എന്നെ അറിയുന്നില്ലേ, അല്ലെങ്കിൽ എന്താ മിണ്ടാത്തത് നമ്മൾ അങ്ങോട്ട് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ അങ്ങോട്ട് മുഖത്ത് നോക്കിയിട്ടും അവർ കണ്ട ഭാവം നടിക്കുന്നില്ല, നമ്മളോട് സംസാരിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അത് കുശുമ്പും അസൂയേൻ്റെ ഭാഗമല്ലേ. അപ്പോൾ പിന്നെ നമുക്ക് അങ്ങോട്ട് മൈൻഡാക്കേണ്ട കാര്യമില്ലല്ലോ. ഇങ്ങോട്ട് മൈൻഡാക്കുന്നവരെ മാത്രം നമ്മൾ അങ്ങോട്ട് മൈൻഡാക്കുക. അപ്പോൾ ആദ്യത്തെ അസൂയാലുക്കളുടെ ലക്ഷണം മനസ്സിലായല്ലോ. ഇതുപോലുള്ള പരിപാടികളിൽ പോകുമ്പോൾ നമ്മളെ കണ്ടാലും കാണാത്ത ഭാവം നടിക്കാം. എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എനിക്കിപ്പോൾ ഡാൻസ് കളിക്കാനുള്ള കഴിവുണ്ട് എന്ന് വിചാരിക്കും, അല്ലെങ്കിൽ സ്പോർട്സിൻ്റെ കഴിവുണ്ട്, എന്തെങ്കിലും ഒരു കഴിവുണ്ട്. അത് നമുക്കുണ്ടാവുമ്പോൾ നമ്മൾ വലിയ ഡാൻസറോ അങ്ങനെ വലിയ കഴിവുള്ളവരോ ഒന്നുമല്ല, പക്ഷെ എന്നാലും ഒരു പ്രോഗ്രാമിന് നമുക്ക് പങ്കെടുക്കണം എന്നുണ്ട്. അപ്പോൾ നമ്മൾ പങ്കെടുക്കാൻ പേര് കൊടുക്കുമ്പോൾ നമ്മുടെ അടുത്ത ആളായിരിക്കും പറയുന്നത്, നീ എന്തിനു പങ്കെടുക്കുന്നത്, നിനക്കതിന് ഡാൻസിന് പിന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ അതിൽ സമ്മാനം കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും. ഞാനിത് ഇവിടെ മേക്കപ്പിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല, മേക്കപ്പ് സ്കിപ്പ് ചെയ്തോ നിങ്ങൾ. അപ്പോൾ ഇങ്ങനെ നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്ന ആൾക്കാർ കൂടെ ഉണ്ടെങ്കിൽ എന്നല്ല, എൻ്റെ മോളുടെ അനുഭവമാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ ഒരു കാര്യം എൻ്റെ മോളെന്നോട് പറഞ്ഞിട്ടുണ്ട്. അവൾ എന്നോട് പറയും, നീ സ്പോർട്സിന് ചേരണ്ട, നീ ഡാൻസിന് ചേർന്നാൽ തന്നെ നിനക്ക് അതിൽ പിന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ സമ്മാനം കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ, നീ ചേരണ്ടെന്ന് പറഞ്ഞിട്ട് നിരുത്സാഹപ്പെടുത്തിയ ഫ്രണ്ട് അവളെ കൂടെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ അവളോട് പറയും, അതാണ് മക്കളെ, അതാണ് മോളെ, നമുക്ക് ഈ ലോകം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. നീ നല്ല ഫ്രണ്ട് അങ്ങനെയെന്ന് പറഞ്ഞിട്ട് കൊണ്ട് നടന്ന ആക്ക് വരെ നീ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ചെറിയൊരു സങ്കടം, കിട്ടിപ്പോയാലോ എന്നുള്ള സങ്കടമാണ്. പക്ഷെ നിരുത്സാഹപ്പെടുത്തിയിട്ട് നിനക്ക് കിട്ടുമോ, അങ്ങനെയാണോ ബെസ്റ്റ് ആൾക്കാരൊക്കെ പറയേണ്ടത്. അപ്പോൾ ഇത്തരക്കാരും നമുക്ക് ഏതിൽ പെടുത്താം? അസൂയാലുക്കളിൽ പെടുത്താം. ഇപ്പോൾ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്തു എന്ന് വിചാരിക്കും, അതിൽ എന്തോ ആവട്ടെ, ഇപ്പോൾ അതിനെ പ്രത്യേകിച്ച് ഇന്നതെന്നൊന്നുമില്ല, നമ്മളൊരു നല്ല കാര്യം ചെയ്തു. അപ്പോൾ ആ നല്ല കാര്യം ചെയ്യുമ്പോൾ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നീ ചെയ്ത കാര്യം നല്ലതാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് കഴിയുന്നില്ലെങ്കിൽ, അത് നിങ്ങളെ കൂടെ പറപ്പായതിനായിക്കോട്ടെ, ഫ്രണ്ട്സിനായിക്കോട്ടെ, പിന്നെ അടുത്ത വീട്ടുകാർക്കായിക്കോട്ടെ, ആർക്കും ആയിക്കോട്ടെ, അവർക്ക് ഒരു അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള ഒരു മനസ്സില്ലെങ്കിൽ
നിങ്ങൾ ഉറപ്പിച്ചോ, അവർ അസൂയലുക്കൾ ആണ്, അതിൽ സംശയമില്ല. ഇപ്പം നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ വരെ അത് നല്ലതെന്ന് സമ്മതിച്ചു തരാതിരിക്കാം. നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നല്ലപോലെ ഒരുങ്ങി ഡ്രസ്സൊക്കെ ചെയ്ത് അവരുടെ കൂട്ടത്തിൽ പോകുമ്പോൾ നമ്മളെ കൂട്ടാതിരിക്കാം. അവർക്ക് പേടിയാന്ന്, നമ്മൾ അവരൊന്നിച്ച് പോയാൽ ഇനി അവരെ ആരും ശ്രദ്ധിക്കാതിരിക്കുമോ. ഇതൊക്കെ ഉണ്ട് ഒരു തരം അസൂയ പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ. നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? നമുക്കൊരു പ്രത്യേകിച്ച് കുറവോ അങ്ങനത്തെ കുറ്റങ്ങളോ ഒന്നും ഉണ്ടാവില്ല. എന്നാലും അത് പിന്നെ കുറവും കുറ്റങ്ങളും ഉള്ളതുപോലെ സംസാരിക്കുക. ഒന്നിനും ഒരു എന്താ പറയുക, നല്ലത് പറയാൻ ഇവരെ കൊണ്ട് പറ്റില്ല, ഈ അസൂയാലുക്കളെ കൊണ്ട്. എനിക്ക് പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ, നമ്മുടെ അടുത്ത ഫ്രണ്ട്സ് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കാമെന്ന് വിചാരിക്കുക. എൻ്റെ മോൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ആ അനുഭവങ്ങളൊക്കെയാണ് നിങ്ങളോട് പറയുന്നത്. എനിക്ക് മുൻപൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും അവരെ കൂടെ കൂട്ടരുത്. നിങ്ങൾക്ക് ചേർന്ന നിങ്ങളെ ചേർന്ന ഫ്രണ്ട്സല്ല, അവരെ ഒഴിവാക്കുക തന്നെ ചെയ്യണം. അങ്ങനെയുള്ള ഫ്രണ്ട്സൊക്കെ കൂടെ ഉള്ളതിനേക്കാളും ഇല്ലാത്തത് തന്നെയാണ് നല്ലത്. പിന്നെ തമാശ രീതിയിൽ പറയുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ട്, അതൊക്കെ തമാശ രീതിയിൽ കാണാം. പക്ഷെ നമുക്ക് ഇൻസൾട്ടിങ് വേറെ തന്നെ മനസ്സിലാവും. പിന്നെ നമുക്ക് അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ സൈഡിൽ നിന്ന് ഒരു ഫോൾട്ട് ഉണ്ടായെന്ന് വിചാരിക്കുക. ആ ഫോൾട്ട് അറിയാതെയാണ് സംഭവിച്ചത്, അറിഞ്ഞോ അറിയാതെയോ. അപ്പം നല്ല ഫ്രണ്ട് എന്ത് ചെയ്യണം? പോട്ടടാ, തെറ്റ് സംഭവിച്ചു പോയി, ഇനി അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നോക്കാമെന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തിയാൽ ചെയ്യേണ്ടത്. പകരം എന്താ, നീ ചെയ്തത് തെറ്റാണ്, നിനക്ക് അറിഞ്ഞുകൂടായിരുന്നു, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മളെ പിന്നെയും ടോർച്ചർ ചെയ്ത് സങ്കടപ്പെടുന്ന ഫ്രണ്ട്സ് തന്നെ വേണമെന്നില്ല കേട്ടോ. കസിൻസ് ആവാം, അടുത്തറിയുന്നവരാവാം, എല്ലാ അസൂയക്കാലം ഒത്താ ഞാൻ പറയുന്നത്. അങ്ങനെയുള്ളവരെ നിങ്ങൾ മാറ്റി നിർത്താം. ഇവരൊക്കെ നമ്മളെ കൂടെ കൂട്ടിയാലും നമുക്ക് ഇനിയും സങ്കടങ്ങളൊക്കെ കൂടാനേ ചാൻസ് ഉള്ളൂ. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ കാര്യങ്ങളൊക്കെ കേൾക്കുന്ന നല്ല സുഹൃത്തുക്കളെ നമുക്ക് മനസ്സിലാവും. നല്ല സുഹൃത്തുക്കളെ നമുക്ക് മനസ്സിലാവും. അവർ നമ്മളെ സമാധാനിപ്പിക്കും. അവർ നമ്മളെ വീണ്ടും പിന്നെ ഒരു പ്രശ്നം ഉണ്ടായാൽ ആ പ്രശ്നത്തിൽ പിന്നെ എന്താ പറയുക, എണ്ണ ഒഴിക്കാൻ നോക്കില്ല, ചിമ്മിണി ഒഴിച്ചിട്ട് വീണ്ടും കത്തിക്കാൻ നോക്കില്ല, അത് അണയ്ക്കാൻ നോക്കും, സമാധാനപ്പെടുത്താൻ നോക്കും. അത് നമുക്ക് തന്നെ തിരിച്ചറിയും. മനുഷ്യരായ നമുക്ക് തിരിച്ചറിയും. പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ പറ്റാറുമില്ല, അത് സത്യമാണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവരെ തിരിച്ചറിഞ്ഞ് എന്താ പറയുക, മാറ്റി നിർത്താം. അറിയൂലേ, എന്തിനിപ്പോൾ ഇങ്ങനെ മേക്കപ്പ് ഇട്ട് പോകുന്നത്, എന്തിന്, ആരെ കാണിക്കാൻ, കല്യാണം കഴിഞ്ഞ് 2 കുട്ടികളായി, എന്തിനിങ്ങനത്തെ ഒരുക്കമൊക്കെ തൊണ്ടിയായി. എന്നിട്ടും കെട്ടുന്ന വേഷം കണ്ടില്ലേ, ലിപ്സ്റ്റിക്ക് ഇടുന്നത് ചെറിയ പിള്ളേരെ പോലെയല്ല നടത്തം, മോളെ വരെ കെട്ടിക്കാനായി. ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ, ഒരു സംശയവും വേണ്ട, അസൂയക്കാരി തന്നെ അത്, അതിൽ യാതൊരു സംശയവും. അപ്പം നല്ലൊരു ഡ്രസ്സ് ഇട്ടു എന്ന് വിചാരിക്കുക, നല്ലൊരു കമ്മലിട്ടു, എന്തോ ആയിക്കോട്ടെ, നല്ല രീതിയിൽ എന്താ പറയുക, നല്ല ലിപ്സ്റ്റിക്ക് ഇട്ടു. ഇതൊക്കെ ഇടുമ്പോൾ നിനക്ക് ആ ലിപ്സ്റ്റിക്ക് തീരെ ചേരുന്നില്ലല്ലോ, ആ കമ്മലൊട്ടും മാച്ച് ആവുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഈ എന്തിന് ഇത്രയും വലിയ കമ്മലിടുന്നത്, ചെറിയ കമ്മലൊക്കെ ഇട്ടാൽ പോരെ എന്നൊക്കെ പറയുമ്പോൾ അതിലും ഉണ്ടല്ലോ അസൂയ. അങ്ങനെ ഉണ്ട്. അസൂയ ഇല്ലാത്തവരെ ഒരിക്കലും ഇതൊക്കെ വിളമ്പാൻ നിൽക്കൂല അല്ലേ. നമ്മുടെ മുന്നിൽ നമ്മളെക്കുറിച്ച് നല്ലത് പറയും, ബാക്കിൽ പോയിട്ട് നമ്മളെക്കുറിച്ച് കുറ്റം പറയും. അതും അസൂയയുടെ ലക്ഷണം തന്നെ. എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ വീട്ടിൽ പോയിട്ട് നമ്മുടെ ഫ്രണ്ടിനെ കുറിച്ച് പിന്നെ ഇല്ലാത്തതൊക്കെ പറയാം. അവർക്ക് നല്ല കുറ്റവും കുറവൊക്കെ ഉണ്ടാകും. പക്ഷേ എൻ്റെ ഫ്രണ്ട് എങ്ങനെയാണ് എന്നുള്ള രീതിയിൽ, അതായത് അവൾക്ക് ഒരു പ്രശ്നമില്ല, ഒരു പ്രോബ്ലം ഇല്ല എന്നുള്ള രീതിയിൽ വീട്ടിൽ പോയിട്ട് അവതരിപ്പിക്കും. പക്ഷേ അവളായിരിക്കും ഭയങ്കര ഫ്രോഡ്. അപ്പോൾ ഫ്രണ്ട് എല്ലാ തെറ്റും ചെയ്യുന്നുണ്ട്, ഞാനൊന്നും ചെയ്യുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് അവരെ എന്താ പറയുക, വിശ്വസിപ്പിക്കാൻ കഴിവുള്ള ഫ്രണ്ട്സാണ് നിങ്ങളെ കൂടെ ഇല്ലെങ്കിൽ അതിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കിക്കോ. അതൊക്കെ ഒഴിയുന്നത് തന്നെയാണ് നല്ലത്. ഇതൊക്കെ നമുക്കറിയാൻ പറ്റും. എങ്ങനെ? അവർ നമ്മോട് പറയുമല്ലോ, മോളെ ശ്രദ്ധിക്കണേ, മോളെ കുറച്ചും കൂടി ശ്രദ്ധിക്കണേ എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. പക്ഷേ വീട്ടിൽ പോയിട്ട് പറഞ്ഞത് വേറെ കാര്യമായിരിക്കും. അങ്ങനെയുള്ള സുഹൃത്തുക്കളൊക്കെ നിങ്ങളെ കൂടി ഉണ്ടെങ്കിൽ എന്തായാലും ഒഴിവാക്കിക്കോ. നല്ലതിനല്ല നിങ്ങൾക്ക് അവരൊക്കെ. സുഹൃത്ത് എന്ന് പറഞ്ഞിട്ട് ഒന്നിച്ച് നിൽക്കുന്നത് മാത്രമായിരിക്കും. അഭിപ്രായം പറയാം, പക്ഷേ ആ അഭിപ്രായം പറയുന്നതിനൊക്കെ നമുക്ക് മനസ്സിലാവും അവർ ശരിക്കും അഭിപ്രായം പറയുന്നതാണോ അല്ല അവരുടെ മനസ്സിൽ കുയുമ്പ് കൂടിയാണോ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന്. അപ്പോൾ അങ്ങനെ ഒരുപാട് അസൂയാലുക്കൾ നിങ്ങളെ ചുറ്റിലും ഉണ്ടാവും. ഫ്രണ്ട്സിലായാലും അയൽക്കാരായാലും പിന്നെ
കസിൻസ് ആയാലും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത്തരക്കാരെ ഒഴിവാക്കി നിർത്താം. ഇങ്ങനെയൊക്കെ പറയുന്നവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലിങ്ങനെ അവരക്കാര്യം പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കാം, കുഴപ്പമില്ല, നീ പറഞ്ഞു നിൻ്റെ മനസ്സിൽ അസൂയ കാരണമല്ലേ ഇങ്ങനെ, അതൊന്നും കുഴപ്പമില്ല എന്നിട്ട് ഒരു ചിരിച്ചൊരു മനസ്സിനുള്ളിൽ നമുക്ക് മനസ്സിലാവണം ഇതെന്താ സംഭവം എന്ന്. അത് മനസ്സിലാക്കിയിട്ട് അങ്ങനെയുള്ളവരെ പരമാവധി ഒഴിവാക്കി നിർത്താം. അല്ലാതെ എന്തുകൊണ്ടായിരിക്കും അവരങ്ങനെ പറഞ്ഞത്, എന്തായിരിക്കും അങ്ങനെ പറഞ്ഞത്, ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ച് കൂട്ടാതെ അവർക്ക് നിങ്ങളോട് അസൂയാണ് എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഒഴിവാക്കുക. ഓക്കെ, നല്ല നല്ല സുഹൃത്തുക്കളെ, നല്ല കസിൻസിനെ, നല്ല അയൽക്കാരെ, എല്ലാം നല്ല 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 ആൾക്കാരെ തിരിച്ചറിഞ്ഞ് നമ്മുടെ കൂടെ നിർത്തുക. ഇതിനെക്കുറിച്ചൊന്ന് ആലോചിച്ചിട്ട് നിങ്ങളെ സമയമൊന്നും വേസ്റ്റ് ആക്കണ്ട. നിങ്ങളെങ്ങനെയാണോ അതുപോലെ തന്നെ നടക്കുക, നിങ്ങളെ ഇഷ്ടങ്ങൾ എങ്ങനെയാണോ അതുപോലെ തന്നെ നടക്കുക. അങ്ങനെ ഹാപ്പി ആയിട്ട് ജീവിക്കുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ കാണാം. ടാറ്റാ.